രാഹുൽ, തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖല കേന്ദ്രീകരിച്ച് കാറ്റിലും മഴയിലും വ്യാപകമായ നാശനഷ്ടം നെയ്യാറ്റിൻകര അടക്കമുള്ള മേഖലകളിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്ത് വിവരങ്ങൾ നൽകാൻ? അത് തീർച്ചയായും കാറ്റും മഴയും മലയോര മേഖലയിലും ഒപ്പം നെയ്യാറ്റിൻകര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും വലിയ നാശം വിതയ്ക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ആദ്യം നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള വാർത്തയിലേക്ക് പോകാം. അവിടെ നെയ്യാറ്റിൻകര സ്വദേശി രാജേന്ദ്രൻ്റെ വീട് ഒരു ഭാഗം കാറ്റിലും മഴയിലും ഇടിഞ്ഞു വീഴുന്ന ഒരു സ്ഥിതിയുണ്ടായി. ഭാഗ്യവശാൽ ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഏതാണ്ട് മഴയിലും കാറ്റിലും ശക്തമായ മഴയിലും കാറ്റിലുമാണ് വീണ്ടും ഒരു ഭാഗം ഇടിഞ്ഞു വീണത്. അദ്ദേഹം വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല. വീട്ടുകാർ പുല്ല് എടുക്കാൻ പോകുന്ന വഴിക്കാണ് ഈ വീടിൻ്റെ ഒരു ഭാഗം, അത് അധികം ഉപയോഗിക്കാത്തൊരു ഭാഗമാണ്, ആ ഭാഗം പൊളിഞ്ഞു വീണതായി കാണപ്പെട്ടത്. പിന്നീട് നമുക്ക് പങ്കുവയ്ക്കാനുള്ള ബോണക്കാട് വിതുരയിൽ മരം കടപുഴകി വീണു. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഈ മഴക്കാലത്ത് ഉടനീളം നേരിട്ടൊരു വലിയ പ്രശ്നം അത് മരങ്ങൾ കടപുഴകി വീഴുന്നു. വലിയ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴുന്നു. കാറ്റ് വലിയ ഭീഷണിയായി നിലനിൽക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. അത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളത്. വഴയിലയിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ട കാഴ്ച പോലും നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ആ ദൃശ്യങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വിതുര ബോണക്കാട് പാതയിലാണ് മരം കടപുഴങ്ങി വീണത്. കാടിത്തളം ചെക്ക് പോസ്റ്റിന് സമീപത്താണ് ഈ സംഭവം ഉണ്ടായത്. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റിയത് കൊണ്ട് ഗതാഗതം പുനഃസ്ഥാപിക്കാനായി. അതോടൊപ്പം തന്നെ അടൂർ പത്തനാപുരം റൂട്ടിൽ ആൽമരം അത് കടപുഴകി വീണു. വലിയ ഗതാഗത തടസ്സമാണ് ആൽമരം കടപുഴകി വീണതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. അത്തരത്തിൽ മലയോര മേഖലയിലും ഒപ്പം നെയ്യാറ്റിൻകര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും മഴയും കാറ്റും തുടരുന്നത് വലിയ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട്. അത് വലിയ പ്രതിസന്ധിയിലേക്ക് കടക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ നഗരപ്രദേശങ്ങളിൽ ഇടവിട്ട് ശക്തമായ മഴ, അതായത് ഇന്നലത്തെ അതേ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശപ്രകാരമുള്ള ഇടവിട്ട് ശക്തമായ മഴ മാത്രമാണ് നഗരപ്രദേശങ്ങളിലുള്ളത്. നിലവിൽ ഇപ്പോൾ മഴ ഒഴിഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ മഴ പെയ്യില്ലെന്ന് പറയാൻ കഴിയില്ല. രാവിലെ മുതൽ ഈ സ്വഭാവമാണ് കാണിക്കുന്നത്. പെട്ടെന്ന് മൂടിക്കെട്ടുന്നു, അത്തരത്തിൽ മഴ പെയ്യുന്നു. എന്തായാലും 8 മണിക്ക് ശേഷം തിരുവനന്തപുരം നഗരപ്രദേശങ്ങളിൽ ശക്തി കുറഞ്ഞ മഴയാണുള്ളത്. എന്നാൽ മലയോര പ്രദേശങ്ങളിൽ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കാറ്റ് അത് വില്ലനായി തുടരുകയാണ്. അത് നിലവിൽ മലയോര പ്രദേശങ്ങളിലാണ് ഉള്ളതെങ്കിലും കടലോര മേഖലയിൽ തിരയുടെ വേഗത കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടലിൽ പോകരുതെന്നല്ല, മറിച്ച് കടലിൽ പോകുമ്പോൾ ജാഗ്രത ഉണ്ടാക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും വലിയ ജാഗ്രതാ നിർദ്ദേശം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം മലയോര മേഖലയിലും ഒപ്പം നെയ്യാറ്റിൻകര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും വലിയ നാശങ്ങൾ നമ്മൾ കണ്ടതാണ്. കാറ്റിലും മഴയിലും നെയ്യാറ്റിൻകരയിൽ കൃഷിനാശം വ്യാപകമായി ഉണ്ടായി. ഒപ്പം വൈദ്യുതി കമ്പിയിലേക്ക് മരങ്ങൾ കടപുഴകി വീണു. റബ്ബർ ഉൾപ്പെടെയുള്ള മരങ്ങൾ കടപുഴകി വീണു. അത്തരത്തിൽ കാറ്റ് വലിയ വിനയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിലെ ആളുകൾ, പ്രത്യേകിച്ച് മലയോര മേഖലയിലുള്ള ആളുകൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. വീടിന് സമീപത്ത് അത്തരത്തിൽ മരങ്ങൾ ചാഞ്ഞു നിൽപ്പുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. കാരണം അപകടങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരത്തിൽ മരങ്ങൾ കടപുഴകി വീണുകൊണ്ടാണ്. അതുകൊണ്ട് അത്തരത്തിലൊരു വലിയ ജാഗ്രത സ്വയം നമ്മൾ ഏറ്റെടുക്കണം എന്നുള്ളതാണ് നിലവിൽ പങ്കുവയ്ക്കാനുള്ളത്. മാത്രം ശരി. തിരുവനന്തപുരത്ത് നിന്ന് രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ ബാണാസുര സാഗർ ഡാമിൽ ജലനിരപ്പ് ഉയരുകയാണ്. കമൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കമൽ, നിലവിൽ ഡാമിലെ ജലനിരപ്പ് എങ്ങനെയാണ്? അലേർട്ട് പ്രഖ്യാപിക്കാനും ഷട്ടറുകൾ തുറക്കാനുമുള്ള സാധ്യതയുണ്ടോ? മാധു, നിലവിൽ ഓറഞ്ച് അലർട്ടാണ് ബാണാസുര സാഗർ ഡാമിൽ നിലനിൽക്കുന്നത്. ഞാനിപ്പോൾ ഈ റിസർവോയറിന്റെ പരിസരത്താണ് നിൽക്കുന്നത്. ഇപ്പോഴത്തെ ജലനിരപ്പ് ഏറ്റവും ഒടുവിൽ KSEB നൽകിയ വിവരമനുസരിച്ച് 772.9 മീറ്ററാണ്. അത് 773-ലെത്തുമ്പോൾ, അതായത് 10 സെന്റിമീറ്റർ കൂടി ഉയർന്നാൽ റെഡ് അലർട്ടിലേക്ക് മാറും. വീണ്ടും 50 സെന്റിമീറ്റർ, 1/2 മീറ്റർ, 773.5-ലെത്തുമ്പോഴാണ് ഷട്ടറുകൾ തുറക്കേണ്ട സാഹചര്യം ഉണ്ടാവുക. പക്ഷേ നിലവിലെ അവസ്ഥയിൽ പുഴകളിൽ അത്തരത്തിൽ ഒരു വെള്ളപ്പൊക്ക ഭീഷണി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഷട്ടറുകൾ തുറന്നാലും വെള്ളം കയറുന്ന ഒരു സാധ്യത ഇല്ല. താഴ്വാര മേഖലകളിൽ വീടുകളിലേക്കൊന്നും വെള്ളം കയറുന്ന അത്തരത്തിലുള്ള ഭീഷണിയൊന്നുമില്ല. ഒരുപക്ഷെ പാടശേഖരങ്ങളിലൊക്കെ വെള്ളം കയറും. കൂടുതൽ ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടാൽ എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ടില്ല. മാത്രമല്ല, ഡാമിൻ്റെ സംഭരണശേഷി എത്തുമ്പോഴല്ല ഇപ്പോൾ ഷട്ടറുകൾ തുറക്കാറ്. പ്രളയത്തിന് ശേഷം കുറച്ചുകൂടി താഴ്ന്ന ഒരു ലെവലാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ ലെവലിലെത്തുമ്പോഴാണ് വെള്ളം തുറക്കുന്നത്. നിലവിൽ 773.5 മീറ്ററിലെത്തുമ്പോൾ ഷട്ടറുകൾ തുറക്കാനാണ് തീരുമാനം. അതിന് 50 സെന്റിമീറ്റർ കുറവ് എത്തുമ്പോൾ തന്നെ റെഡ് അലർട്ട് നൽകും. എല്ലാ മുന്നറിയിപ്പ് സംവിധാനങ്ങളും നൽകും. ജില്ലാ ഭരണകൂടവും ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തുന്നുണ്ട്. ജില്ലയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ എടുത്താൽ ഏറ്റവും ശക്തമായ മഴ പെയ്യുന്നത് മലപ്പുറം ജില്ലയോട് അതിർത്തി പങ്കിടുന്ന മുണ്ടക്കൈ മേഖലയിലാണ്. ചാലിയാറിന്റെ ഉത്ഭവ സ്ഥാനത്തിനൊക്കെ അടുത്തുള്ള പ്രദേശമാണ് മുണ്ടക്കൈ മേഖല. മഴ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. വയനാട് മേഖലയിൽ താഴ്ന്ന പ്രദേശങ്ങൾ, പാടശേഖരങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് വലിയ വെള്ളക്കെട്ടൊക്കെ ഉണ്ടായി. മഴ തുടർന്നുണ്ടെങ്കിലും സമാനമായ സാഹചര്യം വയനാട്ടിൽ നിലവിലില്ല, അല്ലേ? നിലവിൽ ഏറ്റവും ശക്തമായ മഴയുള്ളത് ഈ മുണ്ടക്കൈയിലെ മലയോര മേഖലയിലാണ്. അതുകൊണ്ടാണ് അവിടെ 3 വിദ്യാലയങ്ങൾക്ക് അവധിയൊക്കെ നൽകിയത്. ഇന്നലെ രാത്രി ശക്തമായ മഴ പെയ്തു.
മുണ്ടക്കൈ വനത്തിൽ മണ്ണിടിഞ്ഞതായി സംശയമുണ്ട്. അങ്ങനെയാണ് ഈ പുഴയിൽ വെള്ളമൊക്കെ കലങ്ങി വലിയ കുത്തൊഴുക്ക് ഉണ്ടായത്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യം അവിടെയുമില്ല. അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ പെയ്യുന്ന ശക്തമായ മഴ ഒരുപക്ഷെ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ചാലിയാറിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത ഈ മഴ കാരണം ഉണ്ടാകും. മാധു. ശരി, കമലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ നിന്ന് മേപ്പാടിയിലും ഒക്കെ വലിയ തോതിലുള്ള മഴയുണ്ട്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നുണ്ട്. പുത്തുമല അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവിടെ സ്കൂളുകൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്ന് നന്ദുഷ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നന്ദുഷ, ഇടുക്കി ഡാമിലെ ജലനിരപ്പ് നിലവിൽ എങ്ങനെയാണ്? വൃഷ്ടിപ്രദേശങ്ങളിലടക്കം കനത്ത മഴയുണ്ട് എന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. ജില്ലയിലെ പൊതു സാഹചര്യം കൂടി. മാധവ്, തൊടുപുഴ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ രാവിലെ കനത്ത മഴയായിരുന്നു. അതിനാൽ തന്നെ തൊടുപുഴ ആറ്റിലെ ജലനിരപ്പ് വളരെയധികം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് തൊടുപുഴയാട് ഒഴുകിയെത്തുന്ന മൂവാറ്റുപുഴ ആറ്റിലും ഇത്തരത്തിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ആറുകളുടെ സമീപത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിരുന്നു. മറ്റ് പാമ്പള, കല്ലാർകുട്ടി ഡാമുകൾ ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ കനത്ത മഴയിൽ തുറന്നിരുന്നു. എന്നാൽ നേരിയ തോതിൽ ഇപ്പോഴും ആ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തി തന്നെ ഇരിക്കുകയാണ്. ജലം പുറത്തേക്ക് വിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ മലങ്കര ഡാമിൻ്റെയും ഷട്ടർ തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൊടുപുഴ ഡാമിൽ തൊടുപുഴ ആറിൽ ജലനിരപ്പ് ഉയർന്നത്. അതോടൊപ്പം ജില്ലയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ തന്നെ വിനോദസഞ്ചാരികളുടെ ശക്തമായ തിരക്കുണ്ട്. എന്നാൽ നിയന്ത്രണങ്ങളൊന്നും തന്നെ ഏർപ്പെടുത്തിയിട്ടില്ല ഇതുവരെ. കുമളി പോലുള്ള ഹൈറേഞ്ച് മേഖലകളിൽ നിലവിൽ മഴയില്ല. ഇടുക്കി ഡാമിലടക്കം നേരിയ തോതിൽ ജലനിരപ്പ് ഉയരുന്നുണ്ടെങ്കിൽ പോലും ആശങ്കാജനകമായ ഒരു സാഹചര്യം ഇല്ലെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം മുല്ലപ്പെരിയാർ ഡാമിലും വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കണക്കുന്നതിനാൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. എന്നാൽ അവിടെയും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. ഏതാണ്ട് 130 അടിയിലേക്കൊക്കെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം മാത്രമേ നിലവിലുള്ളൂ. അതോടൊപ്പം മൂന്നാർ ദേവികുളം പോലെ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള മേഖലകളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. വിനോദസഞ്ചാരികളൊന്നും ഈ മലയുടെ അടിവാരത്തായി വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്ന് അടക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ മേഖലകളിലൊന്നും തന്നെ ഒരു നിയന്ത്രണങ്ങളിലേക്കോ അതല്ലെങ്കിൽ വിലക്കുകളിലേക്കോ ഒന്നും തന്നെ കടന്നിട്ടില്ല. അതോടൊപ്പം പെരിയാർ നദിയിലും ജലനിരപ്പ് കാര്യമായി ഉയരുന്നുണ്ട്. ഈ ജലാശയങ്ങളിൽ ഇറങ്ങിയുള്ള മത്സ്യബന്ധനം, അതോടൊപ്പം ആറുകളുടെയും നദികളുടെയും അരികിൽ നിന്നുള്ള മത്സ്യബന്ധനം, അതിനൊക്കെ തന്നെ ശക്തമായ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം പല മേഖലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും ജില്ലയിലാകെ ഒരു കനത്ത മഴ എന്ന് പറയാനുള്ളൊരു സാഹചര്യം നിലവിലില്ല. മണ്ണിടിച്ചിൽ ഭീതിയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് നേരിയ തോതിലെങ്കിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മാധു. ശരി, നന്ദുഷാണ് ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇന്ന് പുലർച്ചെ മുതൽ വലിയ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. ചെമ്പുക്കടവ് പാലം വെള്ളത്തിനടിയിലാണ്. അടിവാരം കൈതപ്പൊയിൽ പ്രദേശത്തുള്ളവർ വീടുകളിൽ കുടുങ്ങിയ സാഹചര്യം കൂടിയുണ്ട്. കോഴിക്കോട് നിന്ന് സാരംഗ് സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. സാരംഗ്, ജില്ലയിൽ മഴയ്ക്ക് കുറവുണ്ടോ? മാധു, അല്പസമയമായി കോഴിക്കോട് നഗരത്തിൽ ഇത്തരത്തിൽ ചെറിയ തോതിൽ മഴയ്ക്കൊരു ശമനമുണ്ടായിരുന്നു. എന്നാൽ വീണ്ടും മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. മലയോര പ്രദേശങ്ങളിലാവട്ടെ ഇന്ന് പുലർച്ചെ തന്നെ കനത്ത മഴയായിരുന്നു. മുൻ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ കാറ്റും ഉണ്ടായതിനെ തുടർന്ന് വലിയ നാശനഷ്ടങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. മലയോരത്ത് പലയിടങ്ങളിലും ചെറിയ നദികളുടെയും ചെറുപുഴകളുടെയും തോടുകളും ഒക്കെ തന്നെ കരകവിഞ്ഞൊഴുകുന്ന ഒരു അവസ്ഥയുണ്ട്. പലയിടങ്ങളിലും പാലങ്ങളും അതുപോലെ തന്നെ കമാനങ്ങളും ഒക്കെ തന്നെ നിറഞ്ഞു കവിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുന്നൊരവസ്ഥയുണ്ട്. എന്നാൽ സ്ഥിരമായി ശക്തമായ മഴ ഉണ്ടാകുന്ന സമയത്ത് കോഴിക്കോട് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാവാറുണ്ട്. എന്നാൽ ഈ നിമിഷം വരെയും കോഴിക്കോട് നഗരത്തിൽ ഇതുവരെയും കാര്യമായ വെള്ളക്കെട്ടുകളോ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ജനജീവിതത്തിന് സാരമായ രീതിയിൽ മഴ ബാധിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ വരുന്ന മണിക്കൂറുകൾ അതിനിർണായകമാണ്. മാത്രമല്ല ഇത്തരത്തിൽ വടക്കൻ കേരളത്തിൽ വലിയ തോതിൽ തന്നെ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. തീരപ്രദേശങ്ങളിലും മലയോര പ്രദേശങ്ങളിലും താമസിക്കുന്നവർ കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം പാലിച്ചു വേണം മുന്നോട്ടേക്ക് പോവാൻ എന്ന് ജില്ലാ ഭരണകൂടത്തിൻ്റെ കൃത്യമായ നിർദ്ദേശമുണ്ട്. മുൻകാലങ്ങളിലൊക്കെ തന്നെ അപകടം നടന്ന പ്രദേശങ്ങളിലും അതുപോലെ തന്നെ അപകടകരമായ സാഹചര്യങ്ങളിൽ താമസിക്കുന്ന ആളുകളുമൊക്കെ തന്നെ അതിന് തക്കതായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കണം എന്നും അധികൃതരുടെ ഭാഗത്തുനിന്ന് നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. മാധു. സാരംഗാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇന്ന് പുലർച്ചെ മുതൽ നല്ല മഴയാണ് കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉള്ളത്. മരം കടപുഴകി അടക്കം
വലിയ അപകടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും മഴ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വലിയ തോതിൽ പെയ്യുന്ന സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ പ്രേക്ഷകരടക്കം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാഹനങ്ങൾ ഈ അപകടകരമായ നിലയിൽ നിൽക്കുന്ന മരങ്ങളുടെ താഴെ പാർക്ക് ചെയ്യാതിരിക്കുക, വാഹനം ഓടിച്ചു പോകുമ്പോൾ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടെടുത്ത് ജാഗ്രത പാലിക്കുക, വെള്ളക്കെട്ടിൻ്റെ ആഴം കുറവാണ് എന്ന ധാരണയിൽ വാഹനം മുന്നോട്ട് കൊണ്ടുപോകാതെ ഇരിക്കുക, അപകട സ്ഥിതിയിലുള്ള പാലങ്ങൾക്ക് മുകളിലൂടെയോ അല്ലെങ്കിൽ ജലാശയങ്ങൾക്ക് അരികിലൂടെയോ വാഹനം കൊണ്ടുപോകാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ എപ്പോഴും നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നതാണ്. അത് കേൾക്കാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകരുത്. പലപ്പോഴും ദുരന്തങ്ങൾ ക്ഷണിച്ചു വരുന്നത് പോലുള്ള സാഹചര്യങ്ങൾ നമ്മൾ പലയിടങ്ങളിൽ കാണാറുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് കടന്നു പോകാതിരിക്കുക, വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി സുരക്ഷിതത്വം പാലിച്ച് മാത്രം മുന്നോട്ട് കൊണ്ടുപോവുക, എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അവ പാലിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ജാഗരൂകരായിരിക്കണം. ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങളുമായി രഘുനാഥ് നാരായണൻ വിവരങ്ങൾ നമുക്ക് നൽകും. രഘു, ആലപ്പുഴയിൽ എവിടെയെങ്കിലുമൊക്കെ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ടോ? മരം കടപുഴകിയടക്കം ഇന്നലെയൊക്കെ വലിയ തോതിലുള്ള അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. നിലവിൽ ജില്ലയിൽ മഴയ്ക്ക് കുറവുണ്ടോ? ഇന്നലെ 5 മരം കടപുഴകി വീണത്. ഒരു വീട് തകർന്നു, ഒരാൾക്ക് ചെറിയ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ആഞ്ഞിലി വീണ് അത്ഭുതകരമായി വഴിയാത്രക്കാരൻ രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ കാര്യമായ കാറ്റിൽ വ്യാപകമായ നാശനഷ്ടം ആലപ്പുഴയിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ രാവിലെ മുതൽ അതിശക്തമായ തുടങ്ങിയ മഴ ഇന്ന് രാവിലെയോടുകൂടിയാണ് ചെറിയ രീതിയിലെങ്കിലും തോന്നുന്നത്. ഒരു 9 മണിക്ക് ശേഷം കാര്യമായ രീതിയിൽ മഴ പെയ്യുന്നില്ല, ചെറിയ രീതിയിൽ ചാറ്റലുണ്ട്. വെള്ളക്കെട്ട് കാര്യമായ രീതിയിലില്ല. പക്ഷേ ഈ ഹൈവേ നിർമ്മാണമൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ സ്വാഭാവികമായിട്ടുള്ള നീരൊഴുക്കുകൾ അടച്ചതുകൊണ്ട് ചില വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അത് പെയ്ത്ത് വെള്ളമാണ്. പ്രധാനമായും ആലപ്പുഴയെ മുക്കുക കിഴക്കൻ വെള്ളമാണ്. പക്ഷേ പുഴകളിലൊന്നും കാര്യമായ രീതിയിൽ ജലനിരപ്പ് ഉയരാത്തത് ആശങ്ക അല്പം കുറയ്ക്കുന്നുണ്ട്. എന്ന് മാത്രവുമല്ല, 2 ആഴ്ചയിലധികമായി ആലപ്പുഴയിൽ മഴയില്ലായിരുന്നു. ചില പഠനങ്ങൾ പറയുന്നത് ഏറ്റവും കുറവ് മഴ ലഭിച്ചത് കഴിഞ്ഞ ആഴ്ചകളിൽ ഏറ്റവും കുറവ് മഴ ലഭിച്ച ജില്ലകളിലൊന്ന് ആലപ്പുഴയാണ്. അതുകൊണ്ട് തന്നെ ആ പുഴകളിലും പാടങ്ങളിലുമൊക്കെ വെള്ളത്തിൻ്റെ അളവ് വലിയ രീതിയിൽ കുറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ പെയ്ത മഴ ആ മഴയെ ഉൾക്കൊള്ളാനുള്ള ശേഷി ആ പുഴകൾക്കും പാടങ്ങൾക്കും ഉള്ളതുകൊണ്ട് കുട്ടനാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ കാര്യമായ വെള്ളക്കെട്ടില്ല. എന്ന് മാത്രവുമല്ല, തോട്ടപ്പള്ളി സ്പിൽവേ പൊഴി കഴിഞ്ഞ കുറച്ചധികം നാളുകളായി മുറിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് പമ്പയിലൂടെയും അച്ചൻകോവിലാറിലൂടെയും ഒക്കെ ഒഴുകിയെത്തുന്ന കിഴക്കൻ വെള്ളം സുഗമമായി തന്നെ കടലിലേക്ക് പോകുന്നതും കുട്ടനാട്ടിലെ വെള്ളക്കെട്ട് മാറി നിൽക്കാനുള്ളൊരു കാരണമാണ്.